ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്തുസ്സജ്ദയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേവലം 30 ആയത്തുകൾ മാത്രമുള്ള ഈ മക്കീ സൂറത്ത് നമ്മുടെ ജീവിതത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ അധ്യായത്തിന്റെ പ്രാധാന്യവും ഇതിലെ പ്രധാന ആശയങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആകാശഭൂമികളെ 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് ഈ സൂറത്ത് ആദ്യം സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ ചലനവും നിയന്ത്രിക്കുന്ന ആ പരമാധികാരിയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അവന് ജീവൻ നൽകി കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും നമ്മളിൽ എത്രപേർ കൃതജ്ഞതയുള്ളവരാകുന്നു എന്ന ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട്. ഞങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്നാൽ വീണ്ടും ഒരു സൃഷ്ടിപ്പുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന അവിശ്വാസികൾക്കുള്ള മറുപടി ഈ സൂറത്തിലുണ്ട്. മരണത്തിന്റെ മലക്ക് നിങ്ങളുടെ ജീവനെടുക്കുമെന്നും പിന്നീട് റബ്ബിലേക്ക് മടങ്ങേണ്ടിവരുമെന്നും ഇത് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുസ്സജ്ദയിലെ ഏറ്റവും മനോഹരമായ ഭാഗം യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്നതാണ്. അവർ അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അഹങ്കാരമില്ലാതെ സജ്ദയിൽ വീഴുന്നു. രാത്രികാലങ്ങളിൽ കിടപ്പറകൾ വെടിഞ്ഞ് ഭയത്തോടും പ്രതീക്ഷയോടും കൂടി റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സ്വാക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സൂറത്തായിരുന്നു ഇത്. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ സുബഹി നമസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ നബി ഈ സൂറത്താണ് ഓതാറുണ്ടായിരുന്നത്. കൂടാതെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തുൽ മുൽക്കും സൂറത്തുസ്സജ്ദയും ഓതുന്നത് പ്രവാചകന്റെ പതിവായിരുന്നു. അഹങ്കാരം വെടിഞ്ഞ് അല്ലാഹുവിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കാൻ പഠിപ്പിക്കുന്ന സൂറത്തുസ്സജ്ദ ചിന്തയുള്ളവർക്ക് വലിയൊരു പാഠമാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഫോളോ ചെയ്യുക.